ഇന്നത്തെ സമൂഹത്തിൻ്റെ കാതിന് ഏറ്റവും അലോസരപ്പെടുന്ന കാര്യം എന്താണ്? ഉപദേശമാണ്. ഉപദേശം ചെവിട്ടത്ത് കേട്ടുകൂടാന്ന് മാത്രമല്ല, ഉപദേശിക്കുന്നതിനെ കണ്ണിന് കണ്ടുകൂടാ. ഏറ്റവും ഇഷ്ടം ആരെയാണ്? അതിർവരമ്പുകളില്ലാത്ത ആസ്വാദകരമായ ജീവിതത്തെക്കുറിച്ച് ആര് പരിചയപ്പെടുത്തുന്നുവോ അവരെല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റേത് അത് പാടില്ല, ഇന്നത് പാടില്ല, ഇന്നത് ചെയ്യില്ല, ഇന്നവരുമായി കൂട്ടുകൂടരുത്, കൂട്ടുകൂടുമ്പോൾ അതിന് അതിർവരമ്പുകൾ വേണം, അതിർവരമ്പുകൾ വിട്ട് കിടക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള ആളുകളെ കേൾക്കാൻ തന്നെ മനുഷ്യർക്ക് താല്പര്യമില്ല. അങ്ങനെ കേൾക്കാതിരിക്കലാണ്, പറയാതിരിക്കലാണ് പുരോഗമനപരമായി ചിന്തിക്കുന്നവർ. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ഇന്നത്തെ വാർത്ത കേട്ട് കേരളത്തിൽ പലരും തരിച്ചിരിക്കുകയാണ്. തരിച്ചവരിലധികവും 80-90 കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അങ്ങനത്തെ ജനറേഷനൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളാണ് വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ബന്ധുക്കളായ 15-കാരിയും 20-കാരനും ബന്ധു വീട്ടിൽ മരിച്ച നിലയിൽ. വാർത്തയുടെ ക്യാപ്ഷൻ തന്നെ അടിമുടി ദുരൂഹത എന്നാണ്. എന്താ കാരണം? 20-കാരൻ്റെ വായ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അതെന്തുമായിക്കോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച വിട്ടുവീർത്തുകൊണ്ടൊരു സ്ത്രീ എൻ്റെ മുറി അതിൻ്റെ ഡോറിൽ തട്ടുകയാണ്. ഞാൻ തുറന്നു നിന്നപ്പോഴേക്ക് ഉസ്താദ് എന്നെ ഒരു 5 മിനിറ്റ് കേൾക്കണം. എന്താണ് അവർക്ക് പറയാനുള്ളത്? അവർ സഹോദരൻ്റെ മകളും ഈ സഹോദരിയുടെ മകനും തമ്മിലുള്ള ബന്ധം അതിൽ വിട്ടുപോയി, കയ്യിൽ നിന്ന് പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവർ ആകെപ്പാടെ വിഷമിച്ച് സങ്കടപ്പെട്ട് എൻ്റെ മുമ്പിൽ വന്നതാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യത്. എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ പഴയ ജനറേഷനിൽ നിന്നുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 92-കാരനാണ്. എൻ്റെ മാമാടെ മക്കൾ, അത് എൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ മക്കൾ, അതും എൻ്റെ വാപ്പാടെ പെങ്ങന്മാരുടെ മക്കൾ, ഞങ്ങൾ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരു മുറിയിൽ ഒന്നിച്ച്, ഈ സ്ഥലമില്ലാത്ത ചെറിയ കുട്ടിൽ അല്ലെങ്കിൽ പലകയടിച്ച വീടുകൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദ്വയാർത്ഥപരമായ ഒരു വാക്കോ അതിനെ തുടർന്നൊരു തമാശയോ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വിഷമങ്ങളും നമ്മൾ തന്നെ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ജീവിതത്തോട് പൊരുതുന്നൊരു കാലഘട്ടത്തിൽ മറ്റ് ചിന്താഗതിയൊന്നും ഇല്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു കുടുംബചിത്രം കാണാൻ വേണ്ടി പോവാണ്. വാപ്പ, ഉമ്മ, ആങ്ങള, പെങ്ങന്മാർ. അതിനകത്ത് ആദ്യം വരുന്നത് തന്നെ ചിലപ്പോൾ ഒരു കിടപ്പറ രംഗമായിരിക്കും എന്ന് വിചാരിക്കുക. കിടപ്പറ രംഗമുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ. ഇത് ആരൊക്കെ തമ്മിൽ ഇരുന്നാണ് കാണുന്നത്? എവിടെയാണ് ഹയ ഉള്ളത്? എവിടെയാണ് ഈ ലജ്ജ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം അവരിൽ നിന്ന് എടുത്തു കളയുന്നത് ലജ്ജയാണ്. വാപ്പായും ഉമ്മയും വാപ്പാടെ മുമ്പിലൊക്കെ ഒരു ടീഷർട്ട് ഇട്ടിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ആദരവുണ്ട്. വേറെ മോശമുണ്ടല്ലോ, ആദരവുണ്ട്. ഇന്ന് കിടപ്പറ രംഗം എല്ലാവരും ഒന്നിച്ചു പോയിരുന്ന് കാണുകയാണ്. ഇത് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ലോകം തിരിയാത്തവരാണ്. ലോകം തിരിയുന്നവരെ നിങ്ങൾ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കോണം. എന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മകൾ, ആ മകളുടെ അതേ പ്രായമുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടി നല്ല തലത്തിൽ ജീവിക്കുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് മക്കളെ ഓർമ്മ വരികയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ കവറിലാണ്. മരണമാർക്കും വരും, വന്ന മരണവും വരുത്തി വെക്കുന്ന മരണവും രണ്ടാണ്. ഇത് നമ്മളായിട്ട് ഈ കുട്ടികളെ, നമ്മൾ ഒരു മുറിയിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നു, മറ്റൊരു മുറിയിൽ അവർ ചാറ്റ് ചെയ്യുന്നു. നമ്മളൊരു സൈഡിൽ മൊബൈലും ഇഷാമതിൻ്റെ ഇടയ്ക്ക് ഖുർആൻ ഓതി അല്ലെങ്കിൽ അങ്ങനെ ദിക്കും സ്വലാത്തും ഒക്കെ ആയിട്ട് നടന്ന, അല്ലെങ്കിൽ മറ്റൊരു സംഭവമാണെങ്കിൽ നാമജപമൊക്കെ നടത്തിയിരുന്ന വീടുകളിൽ നിന്നൊക്കെ മാറി ചാരുകസേരയിൽ മാതാവ് ചാറ്റ് ചെയ്യുന്നു, ഭർത്താവ് ചാറ്റ് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയാൽ ഒരു 2 മിനിറ്റ് മുഖത്തോട് മുഖത്ത് സംസാരിക്കുമോ? ഭക്ഷണം വരുന്ന ആ വെയിറ്റിംഗ് സമയമുണ്ടല്ലോ, കാത്തിരിപ്പിൻ്റെ സമയം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ ഈ കളിയാണ്. അങ്ങനെ നിങ്ങൾ വേറെ ഏതൊരു യൂണിവേഴ്സിലാകുമ്പം മക്കളും, അത് നമ്മൾ പണ്ടത്തെ ആളുകൾ പറയത്തില്ലേ, വാപ്പ നിന്ന് പെടുത്താൽ മക്കൾ നടന്നു പെടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇപ്പം ഈ കല്യാണ വീടുകളിലൊക്കെ എല്ലാവരും ചേരുന്ന സമയത്ത് ഓരോ ആളുകളും കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഭയമാണ്. കാരണം സമൂഹം അങ്ങനെ മാറിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആ വീട്ടിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന ഞാൻ പെങ്ങളായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരി മുറി കിടക്കുന്ന സമയത്ത്, ഞാൻ കുഞ്ഞാണ്, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുക, നമ്മളൊക്കെ ഒന്നിച്ച് അങ്ങനെ മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവരവിടെ കട്ടിലേക്ക് കിടപ്പുണ്ട്, ഞങ്ങൾ താഴെ കിടപ്പുണ്ട്. ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയാത്ത. പക്ഷെ ഇന്ന് അങ്ങനല്ല. കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത് അവരെ ഏതൊക്കെ തലത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ മൊബൈലിൻ്റെ കുന്ത്രാണ്ടത്തിരിക്കുന്ന അപ്പുറം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കണം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഒരു ദിവസം 3 or 4 ഇങ്ങനത്തെ കേസുണ്ടാവും. ഒരു പെൺകുട്ടി, ഇപ്പം +1 or +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ മാതാപിതാക്കൾ അറിയാതെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഒന്ന് അതിജീവിക്കാൻ എന്ത് വേണം? ഇതും വീട്ടിൽ ഉമ്മയും വാപ്പ ഉള്ളപ്പോൾ സംഭവം പറയുന്നത്. അവരൊരു മുറി കിടന്നുറങ്ങുന്നു, ഇവിടെ ഇപ്പുറത്ത് വരേണ്ടവർ വരുന്നു പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒന്നും ആർക്കൊന്നും പേടിയില്ല, ഒക്കെ ഫ്രീഡമാണ്. സ്കൂളിൽ നിന്ന് തൻ്റെ സമപ്രായക്കാരനായ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഇതെൻ്റെ സുഹൃത്താണ്, ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, ഞങ്ങൾ സ്വന്തം കൂട്ടപ്പറപ്പിനെ പോലെയാണ്, മുറി അടച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളതാണ്.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചീര വളർന്നു വരുമ്പോഴേ അതിനാവശ്യമായ, അതിൻ്റെ കഞ്ഞോളമല്ല ചൂടുവെള്ളമല്ല ഒഴിക്കേണ്ടത്, നല്ല അതിന് ഉപയുക്തമായ രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഉപേക്ഷിക്കും. ലജ്ജ മനസ്സിൽ വരും, കൽബ് ശുദ്ധിയാവും, അതനുസരിച്ച് പെരുമാറും. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ വളർന്നത്? അതുപോലെ നിങ്ങളുടെ മക്കളെ വളർത്തി നോക്കിയേ, കംപ്ലീറ്റ് ഓക്കെ ആവും ഇൻഷാ അല്ലാഹ്.